ഈ CPM-ന്റെ അടവ് നയം നന്നായിട്ട് ശ്രീ ചെറിയാമ്പലിപ്പിന് അറിയാം. ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കാലമാണ്. എല്ലാ തരത്തിലുള്ള വർഗീയ പ്രീണന ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് CPM. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നടക്കാൻ പോകുന്ന അയ്യപ്പ സംഗമം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പമ്പയിൽ നിന്ന് വണ്ടി കൊച്ചിയിലേക്ക് പോകും. ന്യൂനപക്ഷ സംഗമം. ഇത് വർഗീയ പ്രീണനം തന്നെയല്ലേ? അതായത് തൊഴിലാളി വർഗ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെങ്കിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി സന്ധി ചെയ്തത് മുതൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനകീയ അടിത്തറ ചെറുതാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ വർഗീയ പ്രീണനമല്ലാതെ മറ്റു മാർഗമില്ല എന്നും 57 മുമ്പ് തന്നെ കണ്ടെത്തി. അതുകൊണ്ടാണ് 57 പിന്നോക്ക രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഈഴവ ദളിത് വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്ന ഒരു നയമാണ് സ്വീകരിച്ചത്. ആ ഒരു മുന്നേറ്റമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വരവ്. ബദലായിട്ട് പിന്നീട് ജാതിമത ശക്തികളെല്ലാം കൂടെ ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറ്റി. 64 ഭിന്നിപ്പ് വന്നപ്പോൾ സവർണ വിഭാഗങ്ങൾ CPI-യോടൊപ്പവും പിന്നോക്കക്കാർ CPI-യോടൊപ്പം നിന്നു. ആ കാലഘട്ടത്തിൽ കോൺഗ്രസിലും ഭിന്നിപ്പ് വന്നു. കോൺഗ്രസ് ഭിന്നിപ്പ് വന്നപ്പോൾ മന്നത്ത് പത്മനാഭനും P2 ചാക്കോ വിഭാഗയുടെ ഒരു ക്രിസ്ത്യൻ ലോബി കൂടെ മാറിയപ്പോൾ കോൺഗ്രസിൻ്റെ അടിത്തറയിലും ഭിന്നിപ്പുണ്ടായി. അപ്പോഴാണ് മുസ്ലിം ലീഗിനെ പിടിച്ചുകൊണ്ട് സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി ഏത് ചെകുത്താനുമായും കൂട്ടുകൂടും എന്ന നിലപാടുമായി EMS വന്നത്. അങ്ങനെയാണ് CPM വീണ്ടും അധികാരത്തിൽ വരുന്നത്. പിന്നീട് അച്യുതമേനോൻ വന്നപ്പോൾ എന്താ, അവരുടെ നയങ്ങൾക്കെതിരായിട്ടുള്ള വേറൊരു എല്ലാവരും ഒരുമിക്കുക എന്നുള്ള ഒരു നയം സ്വീകരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നണി വന്നത്. പക്ഷെ പിന്നീട് CPM എടുത്ത നിലപാട് തനി വർഗീയതയായിരുന്നു. നമുക്കറിയാം 1987 മുല്ലയ്ക്കും മുക്രിക്കും പെൻഷൻ കൊടുക്കുന്നു എന്ന് എടുക്കാനുള്ള തീരുമാനമെടുത്തു. അത് തെറ്റോ ശരിയോ എന്നുള്ള വേറെ പ്രശ്നം. ആ ഇഷ്യൂവിൻ്റെ പേരിലാണ് ആ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ വിവാദ വിഷയമായി EMS ഉയർത്തിക്കൊണ്ടത്. അതോടൊപ്പം തന്നെ ആറാട്ടുകടവിൽ, അതായത് ശംഖുമുഖത്ത് ഹിന്ദുമത പ്രകാരം മഹാരാജാവ് വന്ന് കുളിച്ചു തൊഴുന്ന സ്ഥലത്ത് ആർപ്പാപ്പയ്ക്ക് വേദിയൊരുക്കി എന്ന പേരിൽ വിവാദം ഉണ്ടായി. അപ്പോൾ ന്യൂനപക്ഷങ്ങളെ അതിര് കവിഞ്ഞ് കരുണാകരൻ ഗവൺമെൻറ് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭൂരിപക്ഷ വർഗീയ ആൾക്കെത്തി. തിരുവനന്തപുരത്ത് അന്ന് ഒരു സീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം തൂത്തുവാരി CPM കിട്ടി. MP രാഗം വിട്ടിട്ട് പോലും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടി ജാഗ്രത പുലർത്തി കോൺഗ്രസ്. എന്താണ്, ഹിന്ദുക്കൾ തങ്ങളിൽ അകന്നു. അപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളെ EMS പിടിച്ചത്. അതായത് അന്ന് യുദ്ധം ഉണ്ടായപ്പോൾ, ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടായ സമയത്ത് ബുഷാണ് പ്രസിഡന്റ്, ഇപ്പോൾ സദ്ദാം ഹുസൈൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക പ്രശ്നങ്ങളാണ് പലപ്പോഴും വരിക. പക്ഷേ EMS പറഞ്ഞു, ഇത് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം നിങ്ങൾ ബുഷിൻ്റെ കൂടെയാണോ സദ്ദാം ഹുസൈൻ്റെ കൂടെയാണോ എന്നതായി. ഇത് തമാശയായിട്ടാണ് ആൾ കരുതിയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം എല്ലാ ജില്ലകളിലും മുസ്ലിങ്ങൾ ഒന്നടങ്കം CPM-നോടെ പോയി അത് ഒഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ഇതിന് ബദൽ മാർഗമായിട്ട് അന്ന് രാജീവ് ഗാന്ധിയുടെ മരണം സംഭവിച്ചുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. ആന്റണി ഗവൺമെൻറ് വന്നപ്പോൾ കരുണാകരൻ അട്ടിമറിച്ചതിൻ്റെ പേരിൽ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുന്നതിലും CPM നല്ല ഒരു പങ്കുവഹിച്ചു. അപ്പം അങ്ങനെ ജാതി രാഷ്ട്രീയത്തിൻ്റെ ഗതിവിധികളാണ് കേരള രാഷ്ട്രീയത്തിൽ ഭരണമാറ്റം ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിണറായി വിജയൻ വന്നപ്പോഴും, പിണറായി വിജയൻ ആദ്യം തവണ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ സാധിച്ചു. അതിന് കാരണം പിണറായി വിജയന് മുസ്ലിം സമുദായമായിട്ട് മറ്റാർക്കും ഇല്ലാത്തൊരു ബന്ധം മലബാറിൽ നേരത്തെ ഉണ്ടായിരുന്നു. അത് തലശ്ശേരി കലാപം പോലുള്ള ബന്ധമാണ്. അത് കഴിഞ്ഞ് ആ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസ് വിരുദ്ധത ഉണ്ടാകാം എങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുന്നതിന് വിജയിച്ചു. മുസ്ലിങ്ങളുടെ കാര്യത്തിൽ പുള്ളി പൗരത്വ നിയമത്തിലെടുത്ത ഒരു നിലപാട്, പാലസ്തീൻ എടുത്ത നിലപാട്, ഇതൊക്കെ പ്രശ്നമായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗ്നമായ മുസ്ലിം ക്രിസ്ത്യൻ പ്രീണനമൊക്കെ നടത്തിയപ്പോൾ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഹിന്ദു വോട്ട് ഒഴുകിപ്പോയി. അതുകൊണ്ടാണ് തങ്ങളുടെ അടിത്തറയായ ഈഴവ വോട്ട് പല സ്ഥലങ്ങളിലും ആർക്ക് പോയി, BJPക്ക് പോയി. അപ്പോൾ BJPക്ക് പോയി അത് നോക്കിയപ്പോഴാണ് തങ്ങളുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM-ആണ്, BJP അല്ല. തങ്ങളുടെ അടിത്തറ വിള്ളലുണ്ടായി എന്ന് മനസ്സിലാക്കിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇത് ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുക അല്ലാതെ മാർഗമില്ല. അതിൻ്റെ പ്രാരംഭമായിട്ട് തങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്കെതിരാണ്, മുസ്ലിങ്ങൾ വിഭാഗങ്ങൾക്കെതിരാണെന്നൊക്കെ പറഞ്ഞ് ഒരു മുസ്ലിങ്ങൾക്ക് അനുകൂലമായ, മുസ്ലിങ്ങൾക്ക് തങ്ങൾ എതിരാണെന്ന് പറഞ്ഞില്ലെങ്കിലും മുസ്ലിം തീവ്രവാദികൾക്കെതിരാണ് ഒരു കഷ്ണം മുസ്ലിം ലീഗ് കയ്യിലുണ്ട്, അതൊക്കെ വേറെ കാര്യം നിന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവർക്ക് പ്രധാനമായ ലക്ഷ്യം മുസ്ലിം ക്രിസ്ത്യൻ കോൺഗ്രസിൻ്റെ കൂടെയാണ് ഭൂരിപക്ഷം. അതിന് മാത്രം ആശ്രയിച്ച് നിൽക്കാൻ പറ്റില്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് ജയിക്കുക മാത്രമല്ല, BJP വളരുന്നു. BJP കോൺഗ്രസിൻ്റെ നായർ അടിത്തറ വിള്ളലുണ്ടാക്കിയിട്ടാണ് BJP വളർന്നത്. ഇനി കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകാൻ ആളില്ല.
അതിൻ്റെയൊക്കെ പാരമ്യം കഴിഞ്ഞു. ഇപ്പോൾ പുതിയ പ്രവണത അനുസരിച്ച് CPM നിന്ന് ഹിന്ദുക്കൾ BJPയിലേക്ക് പോകുന്നു. അത് തടയാൻ വേണ്ടിയാണ് അയ്യപ്പ സംഗമം കൊണ്ടുവരാൻ തീരുമാനിച്ചത്. പക്ഷെ അതത്ര ഈ പോയ വോട്ടുകളെല്ലാം തിരിച്ചിതുപോലെ കൊണ്ടുവരാൻ കഴിയുമോ? ഇപ്പൊ CPM ഹിന്ദുക്കൾ എന്ന് കൂടുതൽ പറയുന്നുണ്ട്. അതായത് മതാത്മക രാഷ്ട്രീയത്തിന്റെ ഒരു പുതിയ പരീക്ഷണം എന്ന് പറയാം. ഇത് അയ്യപ്പ സംഗമം വന്നപ്പോൾ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് മനസ്സിലായപ്പോൾ ബദലായിട്ട് ഉടൻ തന്നെ ന്യൂനപക്ഷ സംഗമം തങ്ങള് അത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടിയാണ് എന്നപ്പോൾ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയക്കുഴപ്പത്തിലാണ്. പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പിലും CPM പോളിംഗ് ബ്യൂറോ തന്നെ അംഗീകരിക്കുന്ന ഒരു അടവ് നയമുണ്ട്. ഇപ്പോൾ പോളിംഗ് ബ്യൂറോ അടവ് നയം എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ വ്യക്തമായി വർഗീയ പ്രീണനമാണ് CPM അടവ് നയം. ആ വർഗീയ പ്രീണനം മതാത്മക രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് മുഖ്യ പ്രശ്നമാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്നത് കൊണ്ട് ഭരണ നേട്ടങ്ങളെ ഏതെല്ലാം സദസ്സ് നടത്തിയാലും കഴിഞ്ഞ സദസ്സുകളെല്ലാം പൊളിഞ്ഞു, കാശ് മുടങ്ങിയെന്നല്ലാതെ പ്രയോജനമില്ല. ഇനിയിപ്പോൾ ഒക്ടോബറിൽ സദസ്സ് നടത്താൻ പോകും, കാര്യമില്ല. അപ്പം അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടണമെന്നുണ്ടെങ്കിൽ ഭരണവികാരം വിരുദ്ധ വികാരം ആളിക്കത്തുന്നത് തടയുകയും വർഗീയ വികാരം ആളിക്കത്തിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ വർഗീയ വികാരം ആളിക്കത്തിച്ച് ജനങ്ങളെ വർഗീയതയിലെ തട്ടുകളിലാക്കി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു പ്രാകൃതന്തമാണ് CPM സ്വീകരിക്കാൻ പോകുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. അല്ല, ഈ ന്യൂനപക്ഷ സംഗമം നടത്തിയാലും ഇതിനകത്തുനിന്ന് എത്രത്തോളം മുസ്ലിം വോട്ടുകൾ, കാരണം LDFനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൽ ഒരു നോട്ടം ഉണ്ട്, പക്ഷേ അത് അങ്ങോട്ട് ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. ഇടയ്ക്ക് കൺവീനർ പറയുകയുണ്ടായി, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെ ആയിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ട് വരിക, ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞു. അതാണ് ശരിയാണ്. പക്ഷേ 87 നയം എടുത്തു, ഞങ്ങൾ വർഗീയ കക്ഷികൾക്കെതിരാണ്. വർഗീയ കക്ഷികൾ എന്ന നിലയാണ് അന്ന് പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണ്, കേരള കോൺഗ്രസ് വർഗീയ കക്ഷിയാണ്. പക്ഷേ വർഷങ്ങൾക്ക് കഴിഞ്ഞ ശേഷം ഈ പറയുന്ന ബാബറി മസ്ജിദ് പൊളിച്ച സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് ഭിന്നിപ്പുണ്ടായപ്പോൾ അന്നത്തെ വിഭാഗമായ INLനെ കൂടെ നിർത്തി. അതേസമയം കേരള കോൺഗ്രസ് ഭിന്നിപ്പുണ്ടായപ്പോൾ ജോസഫ് ഗ്രൂപ്പിനെ ആദ്യം എടുത്തില്ല, പള്ളിയെ തള്ളി പറഞ്ഞാലേ എടുക്കൂ എന്നാണ് EMS പറഞ്ഞത്. പക്ഷെ പള്ളിയെ തള്ളി പറയാതെ തന്നെ ജോസഫ് ഗ്രൂപ്പിനെ എടുത്തു. പിന്നെ മാണി എന്ന് പറയുന്നത് ഏറ്റവും വലിയ കൊള്ളർ അഴിമതിയുടെ രാജാവാണെന്ന് വിശേഷിപ്പിച്ച അതേ ആളുകൾ ആ നാട്ടിൽ നിന്നും അത് പോകുന്നതിന് മറുപടി തന്നെ മാണി ഗ്രൂപ്പിനെ എടുത്തു. കാരണം എന്താ, ഓരോ തെരഞ്ഞെടുപ്പിലും അവർക്ക് വർഗീയ പ്രീണനം തന്നെയാണ് നയം. ഇത്തവണ ഹിന്ദു വോട്ട് പിടിക്കാൻ വേണ്ടി അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ബദലായിട്ടാണ് ഈ ന്യൂനപക്ഷ സംഘം വരുന്നത്. പക്ഷേ ഇതിനകത്ത് അടിസ്ഥാനപരമായ പ്രശ്നം CPM എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ്, അത് മതനിഷേധമാണ്. മതേതരത്വത്തിൻ്റെ പേര് പറയുമെങ്കിൽ പോലും അവർക്ക് എന്നും വർഗീയത ഉണ്ടെങ്കിൽ പോലും മതം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി അവർ കാണുന്നില്ല. പാർട്ടിക്കാർ ഒരു ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവരെതിരാണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം അനുസരിച്ചും. ഒന്നും വേണ്ട, 86 ഇലക്ഷനിൽ 2 CPM MLA മാർ, ഒന്ന് ഐഷ പോറ്റി കൊട്ടാരക്കര, നമ്മുടെ MM മോനായി പെരുമ്പാവൂർ, ഈ 2 പേരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് അവരെ സെൻസർ ചെയ്തു, അവർക്കെതിരെ നടപടിയെടുത്തു. പക്ഷേ ഇന്നത്തെ സ്ഥിതി എന്താ? ഇന്നിപ്പോൾ മാറി. ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോയി അമ്പലത്തിലെയും പള്ളിയിലെയും പള്ളി കമ്മിറ്റിയിൽ ചേർന്ന് എങ്ങനെയെങ്കിലും വിശ്വാസികളെ വിശ്വാസമാർജിക്കുക എന്നുള്ളതാണ്. വർഗസമരം ഉപേക്ഷിച്ചു. ഇപ്പോൾ വർഗസമരമല്ല, വർഗീയ സമരമാണ്. വർഗസമരം എന്ന് പറഞ്ഞ് വർഗീയ സമരം നടത്തിക്കൊണ്ടു പോകുന്നു. പിന്നെയും അയ്യപ്പ സംഗമത്തിലേക്ക് വരാം. അയ്യപ്പ സംഗമത്തിൽ ഇവിടെ നേരത്തെ ശബരിമല പ്രശ്നം ഉണ്ടായപ്പോൾ, സുപ്രീം കോടതി വിധി ഉണ്ടായപ്പോൾ CPM നിലപാടുണ്ടായിരുന്നു. ആചാരങ്ങളെ അനുകൂലിക്കുന്ന നിലപാടാണ് കോൺഗ്രസും BJP സ്വീകരിച്ചത്. അന്ന് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തു, നവോത്ഥാന മുന്നണി ഉണ്ടാക്കി. വെള്ളാപ്പള്ളി നടേശൻ ചെയർമാനായി ലത്തീൻ ക്രിസ്ത്യൻ അതുപോലെ തന്നെ നാടാർ ക്രിസ്ത്യൻ എന്നിവരിൽ ഉൾപ്പെടുത്തി, ദളിതരെ ഉൾപ്പെടുത്തി നവോത്ഥാന സമിതി ഉണ്ടാക്കി. ഇന്നിപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ ശബരിമലയെ സംബന്ധിച്ചുള്ള നിലപാട് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എങ്കിൽ പോലും മാറിയിട്ടുണ്ടെങ്കിൽ ഈ നവോത്ഥാന മുന്നണിക്ക് എന്താ പ്രസക്തി? അപ്പോൾ അത് പിരിച്ചുവിടണ്ടേ? രണ്ടാമത് അതിൻ്റെ കൺവീനറായിരുന്ന പുന്നല ശ്രീകുമാർ ഇപ്പോഴത്തെ CPM നയം സംശയാസ്പദമാണ്, ഒരു നിലപാടില്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ നവോത്ഥാന മുന്നണിയിൽ തന്നെ വിള്ളലുണ്ടായി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നവോത്ഥാനം പറയുന്നതിൽ ഒരു പ്രസക്തിയില്ല. അപ്പോൾ ഇത്രയും നാൾ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ശബരിമല ഒരു പ്രശ്നമല്ല. അത് സുപ്രീം കോടതി ചെയ്ത് കഴിഞ്ഞ് 2018 ഈ മതിലൊക്കെ നടന്നത്. വർഷം എത്രയായി? 7 വർഷമായി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അയ്യപ്പ സംഗമം നടത്തി ശരണം വിളിക്കേണ്ട കാര്യം എന്താ?
ശരണം വിളിക്കുന്നത് അയ്യപ്പനുള്ള സ്നേഹം കൊണ്ടാണോ? അല്ലല്ലോ. അല്ല. സ്വാഭാവികമായിട്ടും അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം വ്യക്തമല്ല, രാഷ്ട്രീയ മുതലെടുപ്പ്. അപ്പൊ അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഗമവും ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണമായി മാറ്റിയിരിക്കുകയാണ്. ആ പരീക്ഷണം എന്തായാലും വിജയിക്കാൻ പോകുന്നില്ല, അത് തലകുത്തി വീഴാൻ പോവുകയാണ്. ജനങ്ങളത്ര മണ്ടന്മാരല്ല. അതുകൊണ്ട് തകരാൻ പോകുന്ന CPM-ന്റെ അവസാനത്തെ ഒരു പ്രയോഗമാണിത്, പാഴ് വെടിയാണിത്. ഇത് തെരഞ്ഞെടുപ്പ് കൂടി അവസാനിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.